പാതിരാത്രി കഴിഞ്ഞു. ഒരിക്കലും എൻ്റെ അച്ഛൻ ഇത്രയും താമസിച്ചിട്ടില്ല. ഈ മഴയത്ത് എങ്ങനെയാ വരുന്നത്? എവിടെങ്കിലും കേറിനിപ്പുണ്ടാവും. എന്താ രാമൻകുട്ടി? വെള്ളം മുങ്ങി. അയ്യോ, അപ്പൊ എൻ്റെ അച്ഛൻ? പിള്ളച്ചേട്ടന് ഒരു വിവരമില്ല. രാധേ, നീ എന്തിനാ കരയുന്നത്? പോകേണ്ടവരങ്ങ് പോയില്ലേ? സമാധാനമായിരിക്കൂ രാധേ. അച്ഛൻ പോയെങ്കിൽ നിനക്ക് ഞാനുണ്ട്. വാ, വന്നു വല്ലതും കഴിക്കേ. വരൂ. ദീപു, ഈ തെണ്ടിപ്പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാനാടാ നീ വീടോട്ട് ഓടിപ്പോന്നത്. ആരോരുമില്ലാത്ത ഈ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അച്ഛാ, മിണ്ടിപ്പോരുത്. നടന്നങ്ങോട്ട്. എന്നെ വിടൂ, ഞാൻ വരുന്നില്ല. ദീവേട്ടനെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്നോടൊരു വാക്കുപോലും പറയാതെ ദീവേട്ടൻ പൊയ്ക്കളഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. അമ്മാവൻ വന്നില്ലായിരുന്നെങ്കിൽ ദീവേട്ടൻ വരില്ലായിരുന്നു അല്ലേ? എന്നെ തനിച്ചു വിട്ടേച്ചു പോകാൻ ദീവേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ഏതായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഞാൻ ദീവേട്ടനെ എങ്ങും വിടത്തില്ല. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പേരെന്താ? രാധ. കാണാൻ കൊള്ളാമോ? നിന്റെ അത്ര സൗന്ദര്യമില്ല. പഠിക്കുന്നുണ്ടോ? അവൾ പഠിച്ചിട്ടേ ഇല്ല. അയ്യേ, തീരെ പാവങ്ങളാണല്ലേ. അവിടെ താമസിക്കാൻ ദീപേട്ടന് എങ്ങനെ തോന്നി? അവർ പാവങ്ങളാണെങ്കിലും പണക്കാർക്കില്ലാത്ത മറ്റു പലതും അവർക്കുണ്ട്. അതെന്താ ചേട്ടാ? അവർക്ക് സ്നേഹിക്കാനറിയാം. അപ്പോ ഞങ്ങളാരും ചേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കാര്യമല്ല. പിന്നെ? അത് നിനക്കറിയില്ല. ദീപേട്ടന് എന്നേക്കാൾ ഇഷ്ടം അവളെയാ. അല്ല, നീ കരയാൻ തുടങ്ങാണോ? മണ്ടിപ്പെണ്ണെ, നീ കരയാതെ. എനിക്ക് അവളേക്കാൾ ഇഷ്ടം നിന്നോടാ. ഇങ്ങ് വാ. നീ എന്താ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആശാൻ മരിച്ചിട്ട് 5-8 ദിവസം കഴിഞ്ഞില്ലേ? നീ വല്ലതും കഴിച്ചോ? ഞാൻ പോയി വല്ലതും വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആശാനോ പോയി. ആശാൻ ഉണ്ടാക്കിയിരുന്ന ആ വായ്നോക്ക് ചെറുക്കനും പോയി. ഇയാളെന്തിനാ വന്നേ? നിന്നോടൊരു കാര്യം പറയാൻ. എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആശാന്റെ ആഗ്രഹം. ഇയാൾക്കിപ്പോ എന്ത് വേണം? 4 ആളിന്റെ മുൻപ് വെച്ച് നിനക്ക് പുടവ തന്നിട്ട് ഞാൻ നിന്റെ കൂടെ താമസിച്ചോളാം. എനിക്ക് മനസ്സില്ല തന്റെ കൂടെ താമസിക്കാൻ. ആ തൊലി വെളുത്ത ചെറുക്കിന് വേണ്ടി നീ ഇനിയും മഞ്ഞുകൊള്ളുന്നടി. ഞാൻ ഇന്നു മുതലേ ഇവിടെ കയറി താമസിച്ചാലും ആരും ഒരു അക്ഷരം വിട്ടില്ല. താൻ പോകുന്നതാ നല്ലത്. ഓ, അങ്ങനെ പോവാനോ? പോയില്ലെങ്കിലേ ഇവിടെ കറക്കത്തിരിപ്പുണ്ട്. ഒന്ന് അടങ്ങി നില്ലടി പെണ്ണെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോടോ, ഇല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച ആളെ കൂട്ടും. പോടോ, ഇറങ്ങിപ്പോടോ. പോകാനാ പറഞ്ഞത്. എടേ, ഞാൻ ഇപ്പൊ പോവാം. പക്ഷെ നീ സൂക്ഷിച്ചോ. നിന്നെ ദീപേട്ടൻ നാളെ പോവുകയല്ലേ? ഇന്ന് എന്ന് വരും? എന്നെങ്കിലും. അവിടെ ചെന്നാ എനിക്ക് കത്തുകൾ അയക്കോ? ശ്രമിക്കാം. ദീപേട്ടൻ വിഷമിക്കണ്ട. ഞാൻ അച്ഛനെല്ലാം എഴുതിയിട്ടുണ്ട്. കൽക്കട്ടയിൽ ചേട്ടന് നല്ല സുഖമായിരിക്കും. ഇനി വരുമ്പോ ചേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോകാം. ചേട്ടൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കാവും.
ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? വാ. ആരാ അത്? കൂട്ടടി ഏത് പറ്റുണ്ടെങ്കിൽ അയ്യോ, ചേട്ടാ വേണ്ട, അയാളെ കൊല്ലണ്ട. നീ മനുഷ്യനാണോ? നിനക്കുമില്ലേടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ? ചോദിക്കാനും പറയാനും ആരോരുമില്ലാത്ത ഈ പാവം പെണ്ണിനോട് നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ദ്രോഹി. ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കണം. നേരം വെളുക്കുന്നതിന് മുമ്പ് രണ്ടിനെയും ശരിപ്പെടുത്തും. നാളെ നേരം വിളിക്കുന്നതിന് മുൻപ് എവിടെയെങ്കിലും പോകും ദീപേട്ട. ആള് ഭയങ്കരനാ. ഇല്ല രാജ, ഒരിക്കലുമില്ല. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ദീപ് പോകണം. അവൻ ഈ നാട്ടുകാരനാ. അതുകൊണ്ട് നാട്ടുകാരും അവന്റെ കൂടെ നിൽക്കും. എന്റെ പൊന്നു ദീപു അല്ലേ, ഉടനെ പോകണം. എങ്കിൽ നീ കൂടി വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ഒരുമിച്ച് ജീവിക്കാം.